CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഭിന്നശേഷി കലാമേളയിൽ പങ്കെടുത്തു. അപ്പോൾ അതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ആകെ ഒരു ഭയങ്കരമായിട്ടൊരു വിഷമമായി തോന്നി. കാരണം അങ്ങനത്തെ കുട്ടികളെ കണ്ടപ്പോൾ അവർ എന്താന്ന് പറഞ്ഞാൽ അവർക്കൊരു കള്ളത്തരോ ഒരു മനസ്സിലൊരു മറ്റുള്ളവരോട് കുശുമ്പോ ഒന്നുമില്ലാത്തൊരു കുഞ്ഞു പിള്ളേരുടെ മാതിരിയുള്ളൊരു അവസ്ഥയാണ് അവർക്ക് അല്ലേ. എന്നാൽ അവർക്ക് ചില കാര്യങ്ങളിൽ മറ്റുള്ള കുട്ടികളെക്കാട്ടിലും അവർ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. ചില കാര്യങ്ങളിൽ ചില പിള്ളേരൊക്കെ പാട്ട് പാടുന്ന കാണണം, പാട്ട് പാടുന്ന കേൾക്കണം. എന്ത് രസമായിട്ടാണ് പിള്ളേർ പാടുന്നത് ചില പിള്ളേർ. അപ്പോൾ എന്താ പറയുക, അവർക്കൊരു പ്രത്യേക കഴിവ് കൊടുത്തതാവും അത്. അങ്ങനെ ഒരു കഴിവ് അവർക്ക് പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്കൊന്നും കിട്ടാത്തൊരു കഴിവ്. നമ്മൾ എത്ര ശ്രമിച്ച് നോക്കിയാലും ചിലപ്പോൾ നമുക്ക് പാടാൻ പറ്റില്ല അവരുടെ മാതിരിയൊന്നും. അപ്പം എന്നാൽ അവരുടെ ആ വീഡിയോ അവരുടെ ആ പരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്താ ഭൂമിയിൽ അങ്ങനെയും കുറേ ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ അല്ലേ. അവർക്ക് അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ആളുകളെ കാണുമ്പോൾ നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന എന്ത് കാര്യം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വെച്ചെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. കാരണം നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യും കാലും ഓർമ്മശക്തിയും ഒക്കെ കൂടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ഉള്ളൊരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒന്നും വേണ്ട വയ്യാണ്ടായിട്ട് കിടപ്പായാലത്തെ അവസ്ഥ തന്നെ എന്താ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താ സ്വർഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ ഈ പരിമിതികളില്ലാത്ത ഈ ശരീരം കൊണ്ട് ചെയ്യാവുന്ന, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എല്ലാവരും. ആ കുട്ടികളെ കണ്ടപ്പോൾ കുട്ടികളുടെ പരിപാടികൾ കുറേ നേരം ഞാൻ കേട്ടിരുന്നു കേട്ടോ. ഓരോ പിള്ളേർ എത്ര നിഷ്കളങ്കരായിട്ടാണ് അവർ ഓരോന്നും പറയണതും ചെയ്യുന്നതും ഒക്കെ. ഇന്ന് ഭൂമിയിൽ പറഞ്ഞ മാതിരി ഓരോരുത്തരും ആരേനൊക്കെയാ കുറ്റങ്ങൾ പറയാൻ പറ്റുക എന്നുള്ള രീതിയിലാണിപ്പോൾ ഓരോരുത്തരും പല ആൾക്കാരും നടക്കുന്നത് അല്ലേ. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, മനസ്സ് തെളിനീര് പോലത്തെ മനസ്സുള്ള ആളുകളാണ് അവരൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെ ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ.